എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അതായത് ഓസ്ട്രേലിയയിൽ ജീവിക്കാൻ എന്തേറെ ചിലവാകും, കിട്ടുന്ന സാലറി കൊണ്ട് ഇവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? അതായത് പലരും ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്, നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, UK നിന്ന് വരുന്നുണ്ട്, അയർലൻഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം പലപ്പോഴും ഇവിടെ ഒരു ജോബ് ഓഫർ കിട്ടിയിരിക്കും. ഈ സ്പോൺസേർഡ് വർക്ക് വിസയിലോ അല്ലെങ്കിൽ സ്പോൺസേർഡ് PR വരുന്ന പലർക്കും ഒരു ജോബ് ഓഫർ കിട്ടിയിരിക്കും. അപ്പം ഇവർക്ക് ഈ ഒരു സാലറി കൊണ്ട് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കിലേക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID-യിലേക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻബോക്സിലൊക്കെ എപ്പോഴും മെസ്സേജ് വരാറുണ്ട്, ഈ സാലറിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇതുകൊണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമൊക്കെയായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യാം, നമുക്ക് ഏകദേശം എന്തേരെ ചിലവ് വരും. അപ്പോൾ എൻ്റെ ഒരു റൗണ്ട് ഫിഗർ ഞാൻ പറയാം. ഓസ്ട്രേലിയയിൽ ഒരു ഹൗസ് ഹോൾഡിൽ ഒരു 2 അഡൾട്ട്സും 2 കുട്ടികളും, ഇപ്പം ഒരു ആവറേജ് അങ്ങനെ ആയിരിക്കും, ഒരു 2 അഡൾട്ട്സും 2 കുട്ടികളും ഉള്ളൊരു ഫാമിലിക്ക് ഹൗസ് ഹോൾഡ് ഇൻകം $1,00,000, അതായത് $1,00,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 55 ലക്ഷം രൂപയ്ക്ക് എറൗണ്ട് നമുക്ക് സാലറി, പ്രീ ടാക്സ് സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഡീസൻ്റായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഡീസൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ ഷെയറിങ് അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഒരു 2 or 3 ബെഡ്റൂം ഹൗസ് റെൻറ്റിനടുത്ത് ഒരു റീസണബിളി ഗുഡ് ഏരിയയിൽ, റീസണബിളി ഗുഡ് ടൗണിൽ, അതായത് ഒരുപാട് റീജിയണൽ റൂറൽ ഏരിയയിലൊക്കെ പോയാൽ ചിലപ്പം ചീപ്പറായിട്ട് കിട്ടിയിരിക്കാം. പക്ഷേ അവിടെ അമ്യൂണിറ്റീസും അവിടെ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസൊക്കെ വളരെ കുറവായിരിക്കും. ഡീസൻറ്റ് സിറ്റികളിൽ ഒരു 2 or 3 ബെഡ്റൂം വീട് റെൻറ്റിനെടുത്ത് അത്യാവശ്യം ഡീസൻ്റായിട്ട് കഴിയണമെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ് ഇൻകം $1,00,000 നിർബന്ധമായിട്ടുണ്ടാവണം. അത് കുറഞ്ഞ ഹൗസ് ഹോൾഡ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും കോംപ്രമൈസ് ആകും. അപ്പോൾ ഇതിനകത്ത് വേറെ 2 കാര്യം നമ്മൾ ഫാക്ടർ ഡിസൈഡ് ചെയ്യുന്നത് ടാക്സ് ആട്ടോ. അപ്പം ഒരാളുടെ സിംഗിൾ ഇൻകം ആണ്, ഇപ്പം ഞാൻ മാത്രമേ വീട്ടിൽ വർക്ക് ചെയ്യുന്നുള്ളൂ, വേറെ ആരും വർക്ക് ചെയ്യുന്നില്ല, $1,00,000 എനിക്ക് ശമ്പളം വർഷം ഉണ്ടെങ്കിൽ എൻ്റെ ടാക്സ് ഏകദേശം $23,000 പോവുക. അപ്പം അത് കഴിഞ്ഞിട്ട് ഏകദേശം മന്ത്ലി ഒരു $6,500 ആയിരിക്കും നമ്മുടെ കയ്യിൽ ഇൻ ഹാൻഡ് കിട്ടുക പൈസ. $6,500 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എത്രയാണ്, 6,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ലക്ഷം, ഏകദേശം ഒരു 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ശമ്പളം നമ്മുടെ കയ്യിൽ ടാക്സ് കഴിഞ്ഞ് കിട്ടും. അപ്പം അത്രയും പൈസ ഉണ്ടെങ്കിലേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 4 അംഗ കുടുംബത്തിന് ഡീസൻ്റായിട്ട് കഴിയാൻ പറ്റുള്ളൂ. അതിനകത്ത് ഏറ്റവും വലിയ ചിലവ് എപ്പോഴും തന്നെ വരുന്നത് വീട് റെൻറ്റിനെടുക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു റെൻ്റൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 or 3 ബെഡ്റൂം ഹൗസിന് ഇപ്പം മിനിമം റെൻറ്റ് 450 മുതൽ, അതും ശരിക്കും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, 450 മുതൽ ഒരു $550 വരെയാണ് റെൻറ്റ് വരുന്നത്. അപ്പോൾ 2,000 മുതൽ ഒരു $2,200 വരെ റെൻറ്റിലേക്ക് പോകുന്നു. നമ്മുടെ കയ്യിൽ 6,500 കിട്ടുന്നതിൻ്റെ അകത്ത് ഒരു 1/3 ഭാഗം നമ്മൾ ശരിക്കും റെൻറ്റിലോട്ട് പോയി. പിന്നെ ബാക്കിയുള്ള ഒരു $4,000-4,500 കൊണ്ട് വേണം നമ്മുടെ ഇൻഷുറൻസുകൾ, അതായത് കാറ് ഇൻഷുറൻസ് ഉണ്ടാവും, ഹെൽത്ത് ഇൻഷുറൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. ഇപ്പം ടെമ്പററി വിസയിൽ വരുന്ന ആളുകൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അതിന് ഒരു നല്ല സംഖ്യ പോകും. മേ ബി 4 പേരുള്ള ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരു $300 to $400 വരെയൊക്കെ മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടി തന്നെ പോകും. പിന്നെ നമ്മൾ കാറ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ വേറെ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് $1,00,000 വരുമാനമുള്ള 4 അംഗ കുടുംബത്തിന് ശരിക്കും പറഞ്ഞാൽ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സേവിങ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ചിലവ് കഴിഞ്ഞിട്ട് ഡീസൻറ്റ് ലൈഫാണെങ്കിൽ, അരിഷ്ടിച്ച് ജീവിക്കാനാണെങ്കിൽ ഭയങ്കര അരിഷ്ടിച്ച് നമ്മൾ അത്രയും കോംപ്രമൈസ്ഡ് ലൈഫാണെങ്കിൽ തന്നെ ഒരു $80,000 ഇൻകം ഇല്ലാതെ നടക്കില്ല. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പം ഞാനൊരു ഫാമിലിയിൽ ഞാൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് $1,00,000 ഉണ്ടെങ്കിൽ അതിന് ടാക്സ് കൂടുതലായിട്ട് പോകും. അതേ സമയത്ത് ഞാൻ $50,000 ശമ്പളമുള്ള ജോലിക്ക് വർക്ക് ചെയ്യുന്നു, എൻ്റെ വൈഫ് വേറെ ഒരു $50,000 ജോലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്സ്, ഇൻഡിവിജ്വൽ ടാക്സ് നോക്കുമ്പോൾ 2 പേരുടെയും കൂടെ കമ്പൈൻ ടാക്സ് കുറച്ച് കുറവായിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഇൻകം കിട്ടും. പക്ഷേ എങ്കിലും ഡീസൻറ്റ് ലൈഫിലേക്ക് പോകുമ്പം ഈ ഒരു ഫാമിലി ഇൻകം നിർബന്ധമാണ്. പിന്നെ ഇവിടെ വരുന്ന രജിസ്റ്റേർഡ് നേഴ്സിന് എല്ലാവർക്കും തന്നെ ഒരു ബേസ് റേറ്റ് $1,00,000 കുറവാണെങ്കിലും പെനാൽറ്റി റേറ്റ്സും ഓവർ ടൈമും വീക്കെൻഡ് അലവൻസും എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും $1,00,000 മേലേക്ക് പോകും. പിന്നെ പാർട്ട്ണറും കൂടെ വർക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു $1,00,000 ഇൻകം
ആ ഒരു ബ്രാക്കറ്റിലേക്ക് എത്താൻ വലിയ പാടൊന്നുമില്ല. നോർമലി എല്ലാവർക്കും തന്നെ ആ ഒരു ബ്രാക്കറ്റിൽ എത്താം. പ്രൊഫഷണൽ ജോലി ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. പ്രൊഫഷണൽ ജോലി ഇല്ലെങ്കിൽ ചിലപ്പം അതൊരു ബുദ്ധിമുട്ടായി വന്നേക്കാം. പക്ഷേ ആ ഒരു $1,00,000 എത്തിപ്പെട്ടാൽ തന്നെ ആ ഒരു അത്രയ്ക്കും സ്ട്രഗിളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്കൂളിംഗ് ഒരു എക്സ്പെൻസീവ് പരിപാടിയാണ്. അതായത് പ്രൈവറ്റ് സ്കൂളിങ്ങിൽ വിടുവാണെങ്കിൽ. അപ്പം നമ്മൾ മലയാളികൾ ഒരിക്കലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവില്ല. ബേസിക്കലി പറയുവാണെങ്കിൽ നല്ല പ്രൈവറ്റ് സ്കൂളുകൾ, നല്ല പബ്ലിക് സ്കൂളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫീസ് ഇല്ലാതെ ലൈക്ക് നമുക്ക് പബ്ലിക് സ്കൂളുകളിൽ നല്ല സ്കൂളുകളുണ്ട്. ചില സ്കൂളുകൾ മോശമാണ്, അതും സത്യമാണ്. പക്ഷേ എന്താണ് ഒരു ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് സ്കൂളിൻ്റെ അടുത്തോട്ട് അതൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവുമല്ലോ. നല്ല സ്കൂളുകൾക്ക് ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും. ആ ഏരിയ എന്നുള്ള ആളുകൾക്ക് മാത്രമേ ആ പബ്ലിക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ക്യാച്ച്മെൻറ്റ് ഏരിയ പോകുമ്പം റെൻറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ അല്ലാത്ത ഏരിയകളിലേക്ക് വരുന്നവർക്ക് ശരിക്കും നമുക്കൊരു മറ്റേ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇത് വേണം, കുട്ടികൾ അത്രയും ഡിസിപ്ലിൻഡ് ആയി വളരണം എന്ന് അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആളുകൾ, ഭയങ്കര സ്ട്രിക്റ്റ് പാരൻറ്റിംഗ് ഉള്ള ആളുകളൊക്കെ മിക്കവാറും പ്രൈവറ്റ് സ്കൂളിലേക്കായിരിക്കും ചൂസ് ചെയ്യുക. അപ്പം അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ശരിക്കും ഒരു കൊല്ലം 3,000 മുതൽ ഒരു $7,000 $8,000 വരെയൊക്കെ ഫീസ് ഉണ്ട് പ്രൈവറ്റ് സ്കൂളുകൾക്ക്. സോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാക്സ് കഴിഞ്ഞിട്ടുള്ള ഇൻകത്തിൻ്റെ അകത്താണ് ആ പൈസ പോകേണ്ടത്. സോ ബേസിക്കലി അതും ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം സ്ട്രിക്റ്റ് അല്ല, നിങ്ങൾ കുറച്ചൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിക് സ്കൂളിൽ വിട്ടാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. പിന്നെ ഇൻഷുറൻസുകൾ, അതായത് നമ്മുടെ വെഹിക്കിൾ ഇൻഷുറൻസ്, പിന്നെ നമ്മൾ വിചാരിക്കാത്ത കുറേ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, വാട്ടർ, അതൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഓക്കെ, നല്ലതുപോലെ പൈസ പോകുന്ന കാര്യങ്ങളാണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഒരു $6,500 ഒരു ഫാമിലിയിൽ ഇൻകം ഉണ്ട്, 4 പേരും ഉണ്ടെങ്കിൽ ആ $6,500 ഏകദേശം തീർന്ന് കിട്ടും. സോ പിന്നെ ഗ്രോസറി, എല്ലാ കാര്യങ്ങളും ഈ ഒരു $6,500 പോകണം. അതിനകത്ത് തന്നെ 1/3 ഭാഗം ഓൾറെഡി റെൻറ്റിന് പോയി കഴിഞ്ഞിരിക്കുന്നു. സോ ബേസിക്കലി ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡീസൻറ്റ് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ട ഇൻകം. $1,00,000 എന്ന് പറഞ്ഞാൽ മേ ബി അതൊരു റൗണ്ട് ഫിഗർ ആട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് മാറ്റം വരാം. പിന്നെ ഒരുപാട് മേജർ സിറ്റീസ്, അതായത് സിഡ്നിയിൽ പോയിട്ട് ഈ $1,00,000 ഈ ഡീസൻറ്റ് ലൈഫ് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം അവിടെ റെൻറ്റിൽ നമ്മൾ പറഞ്ഞില്ല, ഒരു 400-500 എന്ന് പറഞ്ഞ ആ റെൻ്റൽ അവിടെ 700-800 മാറും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല സിംഹഭാവം സാലറിയും ശരിക്കും റെൻറ്റിലോട്ട് പോകും. പക്ഷേ ഈ സിഡ്നി നിന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പം സാലറി കൂടുതൽ കിട്ടുന്ന ജോലികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ ജോലികൾ, ഇപ്പം IT സെക്ടറിലൊക്കെ ഏറ്റവും ഹൈ പേയിങ് ജോബുകളുള്ളതും സിഡ്നിയിലാണ്. സോ ബേസിക്കലി $1,00,000 ഇൻകം ഉള്ളെങ്കിൽ നിങ്ങൾ സിഡ്നി പോയി ജീവിക്കാത്തതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് അവിടെ സേവിങ് ഉണ്ടാവില്ല. സിഡ്നിയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ മിനിമം ഒരു $1,50,000 ഹൗസ് ഹോൾഡ് ഇൻകം ഉണ്ടെങ്കിലേ ശരിക്കും ഡീസൻറ്റ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സിഡ്നി ഒരു എക്സെപ്ഷനാണ്. അതേപോലെ തന്നെ വളരെ റീജിയണൽ ഏരിയ, റൂറൽ ഏരിയാസും ഒരു എക്സെപ്ഷനാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഡാർവിൻ്റെ കാര്യം നോക്കിയോളൂ. ഡാർവിനിൽ നിങ്ങൾ പോയി ജീവിക്കണമെങ്കിൽ ശരിക്കും റെൻ്റൽ ഓൾമോസ്റ്റ് ഇപ്പം ബ്രിസ്ബെൻ്റെയും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മെൽബണിൻ്റെയൊക്കെ ഏകദേശം റെൻ്റലിന് അടുത്ത് തന്നെ ഡാർവിനിലും ഉണ്ട്. അപ്പോൾ റീജിയണൽ ഏരിയകൾ എല്ലായിടത്തും റെൻറ്റ് കുറവൊന്നുമില്ല. ചില എക്സെപ്ഷൻസ്, ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ റെൻറ്റ് കുറവുണ്ടാവും. സോ ബേസിക്കലി നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ഇൻകം ഒരു ഫാമിലിയായിട്ട് വരുന്നുണ്ടെങ്കിൽ $1,00,000 ഇല്ലെങ്കിൽ നിങ്ങളൊരു കോംപ്രമൈസ്ഡ് ലൈഫ് ലീഡ് ചെയ്യാൻ റെഡി ആയിക്കോളുക. ജീവിക്കാൻ പറ്റിയാണെന്ന് ഞാൻ പറയുന്നില്ല, അരിഷ്ടിച്ചുള്ള ജീവിതമായിരിക്കും. സേവിങ്സ് എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി ആലോചിക്കാൻ വേണ്ട. ഈ $1,00,000 തന്നെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ തുച്ഛമായ സേവിങ്സേ നമ്മളെ ജീവിത ചിലവ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇപ്പം 2 പേരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇപ്പം 2 RNs ആണെന്ന് വിചാരിച്ചോളൂ. ഹൗസ് ഹോൾഡ് ഇൻകം ഒരു 160, 170, 180, ഇപ്പം 2 പേർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. 180 എത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. 180, $2,00,000 ഹൗസ് ഹോൾഡ് ഇൻകം ഉള്ള പ്രൊഫഷണൽസ്, കപ്പിൾസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പം അതാണ് കാര്യം. പിന്നെ ലൈഫ് സ്റ്റൈൽ ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മുടെ എക്സ്പെൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു ആവറേജ് ലൈഫ് സ്റ്റൈലാണ് ഞാൻ പറഞ്ഞ കേട്ടോ, ഡീസൻറ്റ് ലൈഫ് സ്റ്റൈൽ. അതായത് ഒരുപാട് താഴ്ന്നുമല്ല, എന്നാൽ ഒരുപാട് ഹൈഫൈ അല്ല, ആ ഒരു രീതിയിൽ ജീവിക്കുന്ന കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഓവറോൾ ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ റെൻ്റൽസും ഇവിടെ ചിലവ് ഏകദേശം എത്ര വരും എന്നുള്ളത്. അതായത് 2 പേര് അഡൽട്ട്സും 2 കുട്ടികളുള്ള ഫാമിലിക്ക് കേട്ടോ.
അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.